അടിസ്ഥാനത്തിൽ BJP-ക്കാർക്കും CPM-കാരും എന്ത് തെറ്റ് ചെയ്താലും നടപടി വരാനുള്ള സാധ്യതയില്ല. പക്ഷെ അത് മെയ് 4 വരെ നിലനിൽക്കുള്ളൂ. അപ്പോൾ ക്രിസ്തീയ വീടുകളിൽ ചെല്ലുമ്പോൾ കുരിശെടുത്ത് പുറത്തിടും, മുസ്ലിം വീടുകളിൽ ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് യാചന നടത്തും, ഹൈന്ദവ വീടുകളിൽ ചെല്ലുമ്പോൾ കുറി തൊട്ടിട്ട് ചെല്ലും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാഷാണം വർക്കിയുടെ റോളാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പാർട്ടിക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം കേരള സംസ്ഥാനം അനുഭവിച്ച ദുര്യോഗത്തിന് ഒരു അറുതി വരുത്താൻ കേരളത്തിലെ വോട്ടർമാർ തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന സുദിനമാണ്. ഞങ്ങൾ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ മുന്നോട്ട് പോകാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണ രംഗത്തൊക്കെ UDF-ന്റെ പ്രചാരണങ്ങളെ, വാദമുഖങ്ങളെ തകർക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് LDF-ഉം BJP-യും ഒക്കെ ഉണ്ടായത്. ജനങ്ങൾ പൂർണ്ണമായും UDF-നോടൊപ്പമാണുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ജനപിന്തുണയും ഭൂരിപക്ഷവും UDF-ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പോളിംഗ് ബൂത്തിലേക്കുള്ള വോട്ടർമാരുടെ വരവ്, ആ ഒഴുക്ക് അത് വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പലയിടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പോളിംഗ് മെഷീനിൽ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ പോൾ ചെയ്ത ബൂത്തിൽ ബീപ്പ് സൗണ്ട് വരാൻ താമസിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ഇലക്ഷൻ പ്രൊസീജിയറിനെ താമസിപ്പിക്കും, ഡിലേ വരും. 6 മണിക്ക് ഇത് അവസാനിപ്പിക്കണ്ടേ? ആ സമയത്ത് എത്തുമ്പോഴേക്ക് വലിയ ക്യൂ ആയിരിക്കും കാണാൻ സാധിക്കുക. പോളിംഗ് ഒരാൾ പോൾ ചെയ്ത് വരാൻ എടുക്കുന്ന സമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതിനേക്കാൾ വളരെ കൂടുതലാണ്. അങ്ങനെ ബീപ്പ് സൗണ്ട് വന്നിട്ട് പോൾ ചെയ്യുന്ന ആൾ ബൂത്തിൽ നിന്ന് പുറത്തു പോരും. അത് വോട്ടർമാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ ശബ്ദം വരാൻ താമസിക്കുന്നുണ്ട്. അത് എല്ലായിടത്തും, ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും ഞങ്ങൾക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നു. അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇടപെട്ട് അതിന് പരിഹാരം കാണണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ പ്രവാസികളൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ടോ? അത് പോളിംഗിനെ ബാധിക്കുന്ന ഒരു അല്ല, അത് പിന്നെ ഞങ്ങളെ ഭൂരിപക്ഷത്തിന് ചെറിയ കുറവ് വരുത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം പ്രവാസികൾക്ക് പല ഭാഗത്തുനിന്നും നാട്ടിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഉള്ള ഫ്ലൈറ്റുകൾ തന്നെ ഇപ്പോൾ ദുബായിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് ദുബായിലാണ്. ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ല. കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന് 50,000 രൂപയിലധികമാണ് ചാർജ്. ഒരു വർഷം ജോലിയെടുത്താൽ സാധാരണക്കാരായ പ്രവാസികൾക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതലാണ്. പിന്നെ ബാംഗ്ലൂരിലേക്കും ചെന്നൈയിലേക്കൊക്കെ വന്നിട്ട് ഇവിടെ എത്തണം. അങ്ങനെ വന്ന ധാരാളം ആളുകളുണ്ട്. കൂടുതൽ തുക മുടക്കി വന്ന ആളുകളുണ്ട്. എന്നാൽ പോലും പൂർണ്ണമായും ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് 50,000 40,000 ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്നത് 38 37 ഒക്കെ ആയി മാറും. അത്രയും പോളിംഗ് ശതമാനം കൂടുമ്പോൾ സംസ്ഥാനത്ത് തന്നെ UDF-ന് അത് ദോഷകരമാവുമെന്ന് തോന്നുന്നില്ല. പോളിംഗ് ശതമാനം കൂടുന്നത് UDF-ന് ഗുണകരമായിട്ടല്ലേ വരിക? ഈ ഗവൺമെന്റിന്റെ നടപടികളോട്, നിലപാടുകളോട്, കഴിഞ്ഞ കാലത്തെ ഭരണത്തോട് എതിർപ്പുള്ള ആളുകൾ ഒന്നടങ്കം കൂട്ടമായി കുടുംബസമേതം വന്ന് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാണ്. ഞങ്ങൾക്കത് വളരെ മെച്ചമാണ്. കഴിഞ്ഞ ദിവസം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഈ പണം കൊടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സമാനമായ രീതിയിൽ ബേപ്പൂരിൽ UDF ഇതുപോലെ പൈസ കൊടുത്ത ദൃശ്യങ്ങളും ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചടിയാവോ? അല്ല, UDF-ന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ആരോപണം മാത്രമേ ഉള്ളൂ. ആരോപണം ആർക്കും പറയാലോ. ഇപ്പോൾ പേരാമ്പ്രയില് ഞങ്ങൾ പിന്നെ അവരെ അനൗൺസ്മെന്റും ആ വണ്ടി നമ്പറും ഒക്കെ വെച്ചിട്ട് പരാതി കൊടുത്തു. അതിന് പകരം ഞങ്ങൾക്കെതിരെ പരാതി കൊടുത്തു. ഒരു തെളിവില്ല. അപ്പോൾ ഭരണം അവരുടെ കയ്യിലാണ്. ആഭ്യന്തര വകുപ്പ് ഒരാഴ്ച കൂടി കയ്യിലുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് അന്ന് ചെയ്യാണ്. ഞങ്ങൾ വ്യക്തമായ തെളിവ് ചെയ്തല്ലേ കൊടുക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ട് പണം കൊടുക്കുന്ന വ്യക്തമായ തെളിവുകൾ പിന്നെ വിഷ്വൽ അടക്കല്ലേ ഞങ്ങൾ കാണിച്ചത്. അതിന് പകരം വെറുതെ ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ആരോപണം ഞങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ പേരാമ്പ്രയിൽ ഞങ്ങളെ സ്ഥാനാർത്ഥി തഹ്ലിയക്കെതിരെ ആരോപണം ചെയ്തു. ഞങ്ങൾ പറഞ്ഞ് അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് ഭീതിയൊന്നുമില്ല. ഇത് കള്ള ആരോപണമാണ്. പരാജയം നേരെ മുമ്പിൽ കാണുമ്പോൾ വ്യാജ ആരോപണങ്ങളും ആയിട്ട് വരികയാണ്. വിഭ്രാന്തി കൊണ്ടാണ്. തോൽവി മാത്രമല്ല, തോൽവി കഴിഞ്ഞാൽ ഒരുപാട് കേസന്വേഷണങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയതുണ്ടല്ലോ. അതൊക്കെ നമുക്ക് തുടരണ്ടേ? ആ ഭീതി പലർക്കും ഉണ്ടാവും. അത്രയും ഗുരുതരമായ ആരോപണങ്ങൾ UDF ഒക്കെ ഉന്നയിച്ചു. പേരാമ്പ്രയിലായാലും ഇന്നലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതിലൊന്നും വേണ്ടത്ര ഒരു വേഗതയിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ള അഭിപ്രായം ലീഗിനുണ്ടോ?
നിങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ വേഗത ഇല്ല എന്നല്ലേ പറഞ്ഞത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ആരോപണം എവിടെ എത്തി? കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷണം പിടിച്ച് കുറെ സൈബർ സഖാക്കളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു, അന്വേഷണം ഉഷാറായി പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? കേരള പോലീസിന് ഒരു സൈബർ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയില്ലേ? എത്രമാത്രം പ്രശസ്തരാണ് ആ കാര്യത്തിൽ, എത്രമാത്രം പ്രഗത്ഭരാണ് കേരള പോലീസ്. സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനോട് കിടപിടിക്കുന്നതാണ് കേരള പോലീസ്, ഒരു സംശയമില്ല. അവരെ മനോവീര്യം തകർത്തത് ഈ ഗവൺമെന്റാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട ആളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കൊല്ലത്രായി കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പോലീസിനെ ആക്കി കേരള പോലീസിനെ മാറ്റിയത് പിണറായിയാണ്. കണ്ടുപിടിക്കാത്തതുകൊണ്ടല്ല, ഇത് അന്വേഷണം ചെന്നെത്തുന്ന സ്ഥലത്ത് വെച്ച് നിർത്തപ്പെടുകയാണ്. അത് തന്നെയാണ് ഇപ്പൊ പേരാമ്പ്രയിലുണ്ടായത്, അത് തന്നെയാണ് പാലക്കാട്ട് ഉണ്ടാകാൻ പോകുന്നത്. BJP CPM ബായിയുടെ അടിസ്ഥാനത്തിൽ BJPക്കാർക്കും CPMകാരും എന്ത് തെറ്റ് ചെയ്താലും നടപടി വരാനുള്ള സാധ്യതയില്ല. പക്ഷെ അത് മെയ് 4 വരെ നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അത് എടുക്കാതിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്നെ അവരെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുകയാണ് എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും കേരളമാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് വളരെ ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പാവയായി പ്രവർത്തിക്കുകയാണ്. അതുപോലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് BJPയുമായും ഒരു ഭാഗത്ത് SDP-യുമായുള്ള ബാന്ധവം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, കാസർഗോഡ് പരമാവധി മത്സരിച്ച 30,000 വോട്ടാണ് LDFന് കിട്ടുക, 3ാം സ്ഥാനത്താണ്. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കോടികൾ ചെലവഴിക്കുകയാണ്. എന്തിനാണ്? ന്യൂനപക്ഷ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ. ആരാ ജയിക്കുക? 2ാം സ്ഥാനത്തുള്ള BJPയും 3ാം സ്ഥാനത്തുള്ള LDFും തമ്മിൽ 10-25,000 വോട്ടിന് ഡിഫറൻസ് ഉണ്ട്. ഒരു കാരണവശാലും അവരവിടെ എത്തൂല. അപ്പോ UDFന്റെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ കച്ചകെട്ടി BJPയുമായി ഡീലുണ്ടാക്കി ഇറങ്ങിയിരിക്കുകയാണ്. INL കൊടുത്തിരുന്ന സീറ്റാണ്, അവരത് പിടിച്ചു വാങ്ങിയിട്ടാണ് LDF ഒരു സ്വതന്ത്രം അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ വ്യക്തമായി കാണിക്കുകയാണ്. അതുപോലെ തന്നെ വേങ്ങരയിൽ SDP-യും LDFും ഒരുമിച്ചാണല്ലോ വർക്ക് ചെയ്യുന്നതും ഒരേ സ്ഥാനാർത്ഥിയാണ്. SDPIയുടെ ചിഹ്നത്തിലാണ് LDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് പാഷാണം വർക്കി കേട്ടിട്ടുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമുണ്ട്, അദ്ദേഹം യാചകനാണ്. അപ്പോൾ ക്രിസ്തീയ വീടുകളിൽ ചെല്ലുമ്പോൾ കുരിശെടുത്ത് പുറത്തിടും, മുസ്ലിം വീടുകളിൽ ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് യാചന നടത്തും, ഹൈന്ദവ വീടുകളിൽ ചെല്ലുമ്പോൾ കുറി തൊട്ടിട്ട് ചെല്ലും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാഷാണം വർക്കിയുടെ റോളാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പാർട്ടിക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916.